ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രീദൂട്ടി വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ എനിക്ക് ബാക്ക് ടു സ്കൂളിൽ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് വാ. അങ്ങനെ ഗൈസ്, ഞാൻ ഇത് റെഡി ആയിട്ടുണ്ട്. എനിക്ക് റെഡി ആവുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയ ഞാനാണ്. സോ ജക്കൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ എന്താ പറയുക, ഡ്രസ്സ് ഔട്ട്ഫിറ്റ് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഡ്രസ്സ്. സോ ഇതൊരു മെറൂൺ വെൽവെറ്റിൻ്റെ പാൻറ്റാണ്. നല്ല അടിപൊളി, തൊട്ടുകൊണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഹീൽസും കൂടിയാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് പോകാൻ റെഡിയാവുക. പോകാൻ റെഡി. കമ്മൽ വീണ് പോയി. ഇപ്പുറത്തെ കതിലുണ്ട്, പക്ഷെ ഇപ്പുറത്തെ അതിൽ വീണ് പോയി. കുഴപ്പമില്ല. പിന്നെ ഈ റബ്ബർ എടുത്തിട്ട് ചൂടെടുക്കുമ്പോൾ മുടി കെട്ടാൻ. ഞാൻ സാധാ പോലെ എല്ലാവരും പിന്നിടുന്ന പോലെ പിന്നിടാനൊക്കെ വിചാരിച്ചു, പക്ഷെ പിന്നിടാൻ പറ്റിയില്ല. എന്ത് ചെയ്യാനാ, ഇതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ. കുഴപ്പമില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്കിനി പോകുന്ന വിശേഷങ്ങളിൽ കിടക്കാം. ചിലപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഉള്ള വോയിസ് കാണിക്കില്ല, കാര്യം ഓട്ടോ ആണ്. ഓട്ടോയിൽ സൗണ്ട് ഉണ്ടാകും ഓട്ടോൻ്റെ. അപ്പോൾ എനിക്ക് ചെറുപറ ആകുമ്പോൾ എനിക്ക് ഒച്ചയെടുത്ത് പറയേണ്ടി വരും. പിന്നെ ഇങ്ങനെ മയക്കത്തിലൊക്കെ പാട്ട് പാടുന്ന പോലെ ഉണ്ടാകും. അപ്പം അങ്ങനെയുണ്ട്. എനിക്ക് അങ്ങനെ ചിലപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുന്നതിന് അക്കും ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ. ഞാൻ വണ്ടി കയറി. ഉമ്മ വരാണ്ട്. പിന്നെ ബാപ്പ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉമ്മ അവിടെ ഉണ്ട്. ചെരുപ്പ് എങ്ങനെയുണ്ട് എൻ്റെ? റയാനെ ഒരു ഹായ് പറയൂ. ഹായ് ഗൈസ് എന്ന് പറ. ഹായ് ഗൈസ് എന്ന് പറ. ഓക്കെ, ഹായ് ഗൈസ് എന്ന് പറ. ഓക്കെ, നമ്മളിപ്പോ എവിടെയാ പോകുന്നത്? സ്കൂളിലേക്ക് ബുക്ക് വാങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പോവാ. ഇതിനൊന്ന് ഡിമ്മാക്കി, ഇങ്ങനെ ഡിമ്മാക്കി. രാജാവ് എന്റെ മുടി എങ്ങനെയുണ്ട് എന്ന് പറയൂ. സൂപ്പർടാ, സൂപ്പർ. അല്ല, നീ ഫോട്ടോ കൊടുക്കുന്നു പറയുന്നത്. ഫോട്ടോ എടുക്കുന്നതാ കൊടുക്കും. 5 മണിയാ. ഇരിക്കണം. നേരെ ഇരിക്കും. ഓടാർക്കാടും. അയ്യോ, ഇത് തൊട്ടോക്ക്. തല്ലാണല്ലോ പറഞ്ഞ, ഇങ്ങനെ ആക്ക്. മന്ദബുദ്ധിയാ നീ. ഞാനൊരു മാസിയും കൂസിയും ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. ഞാൻ AC അല്ല, വെൽവെറ്റിന്റെ പാന്റാണ്. മോം, ലെറ്റ്സ് ഗെറ്റ് ഇൻസൈഡ്. നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം രാവിലെ പള്ളി എത്തിയിട്ടുണ്ട്. നമ്മൾ കാഞ്ഞങ്ങാട് എത്താനായി. എൻ്റെ സ്കൂളിൽ അവിടെ എത്തിയിട്ട് വേണം എനിക്ക് സ്റ്റേഷനറി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കാൻ. പിന്നെ പിൻട്രസ്റ്റിൽ കയറിയിട്ട് തപ്പി ഒരുപാട് ഐറ്റം ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞതാണ്, അടിപൊളിയായിരുന്നു.
ഡ്രസ്സൊക്കെ ഉള്ളത്. നല്ല കോമ്പ് എനിക്ക് നല്ല ഇഷ്ടം. കോമ്പ് നല്ല ഭംഗിയുണ്ട് ഗൈസ്. അങ്ങനെ എടുക്കുന്ന നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റില്ല. നോക്കാം സംഭവം നമുക്ക് വാങ്ങാം പോരെ. വേണ്ട 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 കഴിഞ്ഞ കൊട വാങ്ങണം. മെയിൻ സാധനം അതാണ് കൊട. അത് ഇത് ഉദ്ദേശിച്ച ഞാൻ എനിക്കറിയില്ല മോളെ. ഇതല്ല അങ്ങോട്ടോ സ്റ്റേഷനറി അല്ല അങ്ങോട്ടില്ല. അല്ല എന്നാലും നമുക്ക് ഡിസൈൻ എല്ലാം കാണുമ്പോൾ സങ്കടം വരുന്നു. ഡിസൈനുള്ള ടൈപ്പെല്ലാം കണ്ടു അവരോട് വേഗം ആക്കാൻ പറഞ്ഞു. ഇങ്ങനത്തെ കൊണ്ട മതിയാവോ? ഇത് ഭയങ്കര ഇത് ഭയങ്കര ഇങ്ങനത്തെ കൂടെ എല്ലാം നിങ്ങളുണ്ട്. ഇങ്ങനെ ആഴ്ച വീട് എങ്ങനത്തെ അങ്ങനത്തെ കൂടെ എന്നാ പിന്നെ കുറച്ച് കളർഫുൾ ആയിട്ടില്ല. ചെറിയ പൈസ ബോക്സ് വാങ്ങണ്ടേ? ബോക്സ് വാങ്ങിട്ട്
പിന്നെ ജെല്ലല്ലേ നീ പറഞ്ഞ പിടിച്ചിട്ടല്ല കേട്ടോ ആ പിടിച്ചേ പറഞ്ഞ പിടിന്റെ പട്ടങ്ങി എടുക്കണേ എടുക്കണേന്ന് പറഞ്ഞു എനിക്ക് ജെല്ല് വേണം. ഇതില്ലേ യൂട്യൂബിൽ പറയുന്നില്ലേ യൂട്യൂബിൽ കാണിക്കുന്നില്ല. അല്ല അതിൽ ഓഫീസർമാർ ഇതല്ല എനിക്ക് അതാ കിട്ടി ഇവിടെ ഇരിക്കുന്നു ഗൈസ്. എനിക്ക് കറുപ്പാ വേണ്ടത്. ഒരുപാട് ഞാൻ ബ്ലൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അത് ജെല്ലല്ലോ ഇവിടെ. ഓ കിട്ടി ഗൈസ്, കിട്ടി. അടിപൊളി. നീല വേണ്ട, ഞാൻ ബ്ലാക്ക്. 10 ആയിരിക്കും. ഇനി പറഞ്ഞാല് ഇങ്ങനത്തെ ഒരു വീട്ടുകാരൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ വെറുതെ പറയുന്നതാണ് കേട്ടോ. ഫാമിലി ആവുകൊണ്ട് പിന്നെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. വെറുതെ അടിപൊളി സാധനങ്ങളാണ്, പക്ഷേ എനിക്ക് വാങ്ങിത്തരത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അവരെല്ലാം വാങ്ങിത്തരും. എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്. ഞാൻ എടുക്കുവാ ചെയ്യുന്നത്. നടന്നാ നടക്കുമോ? എനിക്ക് പിടിക്കാനും പറ്റുന്ന എന്നാ വീട്ടിൽ നിന്ന് എടുത്ത പോലെ പിന്നെ വീടിന് ആദ്യം മേടിക്കുന്നത് പെൻസിലാണോ? അതാ നടരാജൊന്നും വാങ്ങിയേക്കല്ല, ബേ പൊട്ടുന്ന സാധനമാണ് നടരാജ. നടരാജനും അതിനൊത്ത രാജുവും. നമുക്ക് ബോക്സ്, എനിക്ക് ഇങ്ങനത്തെ ബോക്സസ് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ബോക്സ് അപ്സര വാങ്ങിക്കും. അപ്സര കുറച്ചുകൂടി ഇത് ബാക്കിൽ തന്നെ റബ്ബറില്ലതും വലിയ റബ്ബർ, ചക്ക റബ്ബർ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. ഇത് കണക്ക് കൂട്ടാൻ പറ്റിയ ബോക്സ് പാപ്പ, കണക്ക് കൂട്ടാൻ പറ്റും. ഓ പിന്നെന്താ ഇത്ര തടിച്ചിട്ട് കാണിച്ചത്? ഇത് വേണോ? പക്ഷെ ഇത് പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, പൊട്ടുമെങ്കിലോ? പൊട്ടിയെങ്കിൽ ആദ്യം വാങ്ങണ്ടേ? അതും എനിക്കൊരു മെനക്കെട്ട കാര്യമാണല്ലോ. അയ്യോ വേണ്ട വേണ്ട വേണ്ട, ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ കണക്ക് കൂട്ടാൻ പറ്റുന്നുണ്ട് പറഞ്ഞു. ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലാന്ന്. ഓ ഗായ്സ്, കളിക്കുകയും ചെയ്യാലേ. ഇത് കട്ടർ എല്ലാത്തിലും ഉണ്ട്. അടുത്തോ തന്നെ ചോദിക്കുന്നത്. ഇത് 2.5 ഇങ്ങനത്തെ നല്ല പാണ്ട്. ഇത് എടുക്കണോ? അടുത്തോ അടുത്തോ. ഇത്ര പൈസ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. കളിക്കുകയും ചെയ്യാ. എത്രയാണ്? 300. എന്ത് ഫാമിലി ഇതെന്റെ. പറഞ്ഞാൽക്കല്ലേ ശരിയാ വാങ്ങാൻ. എനിക്ക് കളിക്കണം, ഞാനിതെടുത്തു. പോയാമായിരുന്നു. ലാസ്റ്റ് തപ്പി പിടിച്ചിട്ടൊന്നും എടുത്തു ഞാൻ. എനിക്കിത് വേണം. സിബുള്ള ഡയറി ഞാൻ ആദ്യമായിട്ടാണ്. സിബുള്ള ഡയറി ഒരുപാട് ഡയറീസ് ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് സിബുള്ള ഡയറി കണ്ടിട്ടോ. അതിലുണ്ട് ഡയറി കൊണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിടിക്കാതിരിക്കില്ലല്ലോ, പിടിക്കുമല്ലോ. പിടിപ്പിച്ചിരിക്കും ഞാൻ കുത്തിയെങ്കിലും നിറയ്ക്കും, ഉറപ്പാ. അതേത് സ്കെയില്? അത് വാങ്ങിയ 200. അത്രേ വെക്കുന്നില്ല, ബാക്കി 2 കൊണ്ടോണ്ടേ? അപ്പോൾ ബാക്കി 2 വെക്കാൻ ഇത് അധികം ടയറലായില്ലേ? ടയറലാട്ട് കുറച്ച് കളറാക്കാം.
സ്ലോ ആയിട്ടുണ്ട്. എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരു ക്രേവിങ്സ് ഒക്കെ പോലെ തോന്നുന്നു. ഇത് ഭംഗിയാ ഇതൊക്കെ. ഞാനിപ്പോൾ ഇതെല്ലാം വാരിക്കൂട്ടി കൊണ്ടുപോകുന്നു എനിക്ക് തോന്നുന്നത്. ഓരോ ടെക്നീസൊക്കെ നോക്ക്. ഇങ്ങനെ സിമ്പിള് സാധനം ഇതുകൊണ്ടാ തിരുമ്പുടിക്കുമ്പോ ജയാൻ്റെ തിരുമ്പൊടിച്ചു. ഞാനന്നേ ചാടി പറഞ്ഞ് വന്നേ ഇതാ നല്ല രസമുണ്ട്. ഇത് ചവപ്പെട്ട് നമുക്ക് തുണ്ടിനിത് റബ്ബറിന് വേണ്ടല്ലോ അതിലുണ്ടല്ലോ അതിലുണ്ട് കട്ടർ റബ്ബറെല്ലാം. ഇതിന് കളർ 2 ഉണ്ട്. എത്ര കളറില്ലേ? 2 ഏത് കളർക്ക് ഇഷ്ടപ്പെട്ടത്? ഇതുപോലെ അതന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടാൽ വേറെ വേറെയും ഭയങ്കരമായ. ഓക്കെ ഞാൻ എംബ്രോയ്ഡറി വർക്കിൻ്റെ കുറച്ച് സാധനമാണ്. എംബ്രോയ്ഡറി ഊരാൻ പറ്റുന്നില്ല. പൊളിക്കല്ലേ. ഇതാ വാപ്പ പറഞ്ഞത്. എല്ലാം ഇങ്ങനെ ലൂസായി കഴിഞ്ഞാൽ ആരൊന്നും വാങ്ങില്ല ഗൈസ്. അത് ഇട്ടിട്ടുണ്ടോ? ഇത് നോക്ക്. കറി ഇങ്ങനത്തെ കറിയുണ്ടായിരുന്നു കയ്യില അതൊക്കെ അന്നിട്ട് പറയുന്നു. അത് ഭയങ്കര ഇത് എന്താ പറയല് ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ്. ഇത് കിസാൻ സെറ്റ് ലഞ്ച് ബോക്സ് ആൻഡ് കറി. അല്ലാതെ ഇങ്ങനത്തെ കറി ബാഗിൽ പിടിക്കാത്ത എന്ത് ചക്ക ബാഗല്ലേ എൻ്റെത്. എൻ്റെ ചക്ക ബാഗ് അങ്കിനും ഒന്നില്ല. പിന്നെയാണ് ഇത് നമുക്ക് ആരെ കഴുത്തിലിട്ട് കൊടുക്കാം? ജയാൻ്റെ കഴുത്തിലിട്ട് കൊടുക്കാം. കാര്യം ജയാൻ ഒരു പട്ടിക്കുട്ടിയാണല്ലോ. അപ്പം നമുക്കിത് ജയാൻ്റെ കഴുത്തിലിടാൻ വാങ്ങിയാലോ? കൊല്ലും. ഉമ്മ നോക്കല്ലേ. ഉമ്മയല്ലേ ടിഫിൻ ബോക്സ് ഇതിൻ്റെ ആൾ ഉമ്മയാണ്. അപ്പം ഉമ്മ നോക്കണ്ട, ഞാനല്ല. അതിലൊന്ന് പിന്നെ പിടിച്ചു കൂട്ടുന്നു. വേറൊരു സാധനം കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് തിരിയുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ബാപ്പ ഉമ്മ ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ നിന്ന സാധനം. ഫുഡെല്ലാം നമുക്ക് പിന്നെ വാങ്ങാം അല്ലേ? കൊണ്ടോ അത് കൊണ്ടുണ്ട് നമുക്ക് നോക്കാം. ചായയല്ലേ ഒന്നുണ്ട്? ചായ ഹൗ വി ഗോ. ചെക്കിന്റെ വീഡിയോ ഫോട്ടോ പിടിക്കുമോ?
എന്തുവാ എന്ത് സംഭവം പൊട്ടാറ്റോ ആ പൊട്ടാറ്റോടെ അല്ല ഇതാ തിരിച്ചു വരാവേ ചേച്ചി ഇതിനെത്ര ഗൈസ് 55 ആയിക്കോട്ടെ പൈസ വയ്ക്കണ്ടേ ഓർഡർ ഉണ്ടാവും നമ്മളെ 10 ആ സെറ്റ് ബാപ്പ പറഞ്ഞു ആ ബാപ്പ പറഞ്ഞാ പിന്നെ ഒരുപാട് ചിക്കൻ നഗറ്റ്സ് ആണ്. നഗറ്റ്സിന് ചെറിയ പീസാണെന്ന് ഫീൽ ചെയ്യുന്നത്. 75 രൂപയോ? എന്താ വേണ്ടേ? നഗറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് ഒരുപാടായി. നഗറ്റ്സ് വാങ്ങാം പാപ്പാ. 230. ഒന്നും നോക്കണ്ട. ആ ഓർഡർ എടുത്തോ. ബർഗറുണ്ട്. അല്ലോ അതാ ഞാൻ നമ്മ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരുപാട് ബമ്മ കുഞ്ഞെല്ലാം വാങ്ങി. നീ കണ്ടിനാ? നിന്റെ വേറെ കുഞ്ഞി കൊടുത്തു. നീ ഉറങ്ങി എണീക്കാത്തോണ്ട് വേറെ കുഞ്ഞി കൊടുത്തു. നീ അങ്കമാടി പോവാത്തോണ്ട് എനിക്കൊന്നും വാങ്ങിച്ചാ പോവനെ. ബാപ്പാനോട് മുന്നാല് പറഞ്ഞു ഞാൻ അങ്കമാടി പോവാൻ. ഞങ്ങൾക്ക് അറിയോണ്ടാ തൊപ്പിയൊന്നല്ല ഞാൻ ഇന്ന് പോയി ചെയ്യും. എനിക്ക് ഞാൻ ഇന്ന് രാത്രി പോയിട്ട് എംബ്രോയിഡറി വർക്കിന്റെ വീഡിയോസ് എടുക്കാറുണ്ടോ? നോർമൽ പൈസ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിന്റെ ഭംഗിയുമാണ് നമ്മൾ നോക്കേണ്ടത്. ഭംഗി തന്നെ നോക്കിയിട്ട് പഠിക്കാനും ഉണ്ടല്ലോ. പഠിക്കാലോ ഞങ്ങൾക്ക് അറിയാം. കാണാണ്ടെന്ന് അറിയാം.
ഉമ്മൻ കൊടുക്കോ മെർബഡിനെ? ഇത് ഞാനാണ് പറഞ്ഞപ്പോ രണ്ടും കൊടുത്തു. ഗുഡ് ബൈ. ഇത്ര അടുത്താട്ടോ പോന്ന്, ജസ്റ്റ് ഒന്ന് പോയാൽ മതി. ഇതമ്മ ശ്രദ്ധ എൻ്റെ സ്കൂളത്തെ എല്ലാം ഞാനിപ്പോൾ പെട്രോൾ പമ്പ് ഞാൻ വാലും ഞാൻ ചെരുപ്പ് വാങ്ങി. അപ്പോൾ അതൊന്നും വീടെടുക്കാൻ പറ്റില്ല. പൊതിഞ്ഞ മഴ മീനൊക്കെ ആയിരുന്നു വീടെടുക്കാൻ. ഇപ്പോൾ കുറച്ചെല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മൊഹിറ്റോ അടിച്ചു. പിന്നെ ഞങ്ങൾ ചിക്കൻ പോപ്പ് കഴിച്ചു. നമ്മൾ പാഴ്സലാണ് ഫുഡ് കോർട്ടിൽ നിന്ന്. അടിപൊളി സെറ്റ് സാധനമൊക്കെയാണ് നമ്മൾ വാങ്ങിയത്. അടിപൊളി സാധനം ഇവിടെ. ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. നമുക്ക് എന്നാൽ വെച്ചാൽ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. നല്ല മഴയും ഇടിയും മിന്നൊക്കെ ഉണ്ടായിരുന്നു. സോ ആ ഒരു ടൈമിന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഇൻട്രോ കൊടുക്കുന്നത്. ഇൻട്രോ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ആദ്യം ഈ ഒരു വീഡിയോ എടുക്കാൻ ചെയ്തത്. ഇന്നലെ എടുത്ത വീഡിയോ ഫുൾ കളറൊന്നും ഉണ്ടായിരുന്നില്ല തോന്നുന്നു. എനിക്ക് അങ്ങനെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. അങ്ങനെ എനിക്ക് ഷവർമ ഒക്കെ വാങ്ങി തന്നു. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ 5 ദിവസമായി ചിക്കൻ അങ്ങനെയൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. ഇന്ന് എനിക്ക് മാറ്റിപ്പിടിച്ച് ഉച്ച തൊട്ട് വെജാക്കാൻ തുടങ്ങണം. ഇന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ചായ മാത്രമാണ് കുടിച്ചത്. അപ്പം ഉച്ച തൊട്ട് എനിക്ക് വെജാക്കണം. ഞാൻ ഭയങ്കര തടിക്കുന്നു എനിക്ക് തോന്നുന്നു. കാര്യം തടി ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഞാൻ തടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല തടിച്ചു എനിക്കറിയത്തില്ല. അപ്പം ഇതായാലും നിങ്ങൾ കമൻറ്റ് കിട്ടും. ഞാൻ എന്തായാലും ബൈ. ബാക്കിയുള്ള വീഡിയോസും കൂടി കണ്ടിട്ട് വാ. ശരിക്കും കഴിച്ച ഷവർമ നീ ഇപ്പം ഇത് കഴിക്കോ? അല്ലെങ്കിൽ ഞാൻ തിന്നുമ്പോൾ മതിയോ? ഞാൻ തിന്നുമ്പോൾ വേദില്ല. കള്ളത്തരാണ്. ഞാൻ ബാക്കി വീഡിയോസ് എടുക്കാൻ എന്താ വെച്ചാൽ പിന്നെ ഞാൻ ചിക്കൻ പോപ്പ് കഴിച്ചു. പിന്നെ നമ്മളൊരു മൊഹിറ്റോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല അടിപൊളി ടേസ്റ്റി ആയിരുന്നു. അതുകൊണ്ട് പിന്നെ